ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ്, മറ്റൊന്നുമല്ല, ഡിസംബർ മാസമാണ്. നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ കുറച്ച് വിത്തൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. വിത്തുണ്ട്, വളമുണ്ട്, കുറച്ച് ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ആദ്യം ഗ്രോ ബാഗിൽ കുറച്ച് കരിയിലയാണ് നിറച്ചത്. അപ്പോൾ അവിടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കരിയില, അതായത് ഗ്രോ ബാഗിൻ്റെ ഒരു കാൽ ഭാഗം ഞങ്ങൾ ഗ്രോ ബാഗിൽ നിറച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മണ്ണാണ് ഇടേണ്ടത്. അമ്മ ദൂരത്ത് നിന്ന് വിറക് കൊത്തുന്നുണ്ടായിരുന്നു. അമ്മേനെയും കൂടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടൻ കളച്ച് വെച്ച മണ്ണ് ഞാൻ മെല്ലെ ഗ്രോ ബാഗിലേക്ക് ആക്കുന്നുണ്ട്. കണ്ണം പിടിച്ച് തരുന്നുണ്ട്. ആരൂസിൻ്റെ ഹെൽപ്പുണ്ട്. ഇനി ഇതിനെ നമുക്ക് ടെറസിൽ എത്തിക്കണം. ടെറസിലാണ് ഇത് വെക്കുന്നത്. താഴെ വെച്ചാൽ പിള്ളേരൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അതിനൊരു വകയാക്കും. അതുകൊണ്ട് തുണി വിരിച്ചിടുന്ന അവിടെ മേലെ ടെറസിലാണ് കേട്ടോ വയ്ക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, രണ്ട് കയ്യിലും വെയിറ്റ് എടുത്തിട്ട് വരാൻ വേണ്ടി പറ്റുന്നില്ല. അവസാനം ഞാനത് കുട്ടനെ ഏൽപ്പിച്ചു. മാക്സിമം പണി കുട്ടനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. അങ്ങനെ ഇത് ഗ്രോ ബാഗ് നമ്മൾ ടെറസിൽ വെക്കുന്ന സമയത്ത് അവിടെ ലീക്കേജ് ഉണ്ടാവുമല്ലോ, ഗ്രോ ബാഗിന് ഹോൾസ് ഉണ്ടാവുമല്ലോ. അപ്പം എന്താ പറയുക, വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, കണ്ണം കുഞ്ഞായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഷീറ്റായിരുന്നു, ആ ഷീറ്റ് എടുത്ത് ഞാൻ അവിടെ സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഗ്രോ ബാഗ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രോ ബാഗിലും കുറച്ച് കരിയില ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേലെയാണ് മണ്ണിട്ടത്. ഇനി നമുക്ക് അതിൻ്റെ മേലെ വേറൊരു സാധനം കൂടി ഇടാനുണ്ട്. അതും പിടിച്ചുകൊണ്ട് ആരൂസ് നിൽപ്പുണ്ട്. അതും ഇന്നലെ മേടിച്ചാണ്. നമ്മളെല്ലാം പയ്യന്നൂരിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. ഷോപ്പിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ അവിടെ എല്ലാ തരം വിത്തുകളും വളങ്ങളും എല്ലാം കിട്ടുന്നൊരു ഷോപ്പാണ്. നമുക്കത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ ആ ഒരു ഷോപ്പ്. അവരെല്ലാം പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതിൻ്റെ പേര് ഡോളമേറ്റ് എന്നാണ്. അപ്പോൾ കുമ്മായം ആണെങ്കിൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വിത്തും ചെടികളും ഒക്കെ നടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു കുമ്മായം വേണ്ട, ഇതാണെങ്കിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ നടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കൊന്നിനും ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ഗ്രോ ബാഗിൽ ഒരു 1/4 കിലോ എന്ന രീതിയിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് 1 കിലോയാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് കണക്കായിട്ട് 4 ഗ്രോ ബാഗിലും 1/4 കിലോ വീതം ഇടാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം ഇതിൻ്റെ പേര് ഒന്നുകൂടി പറയാം, ഡോളമേറ്റ് എന്നാണ്. ഇതാകുമ്പോൾ കുമ്മായം പോലെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട 1 വീക്കോ 2 വീക്കോ ഒന്നും. നമുക്കിത് മിക്സാക്കി അപ്പം തന്നെ വിത്തായാലും ചെടിയായാലും നട്ടു കൊടുക്കാം കേട്ടോ. ഇത് കുമ്പളങ്ങ, പിന്നെ ഇത് വെണ്ട, ഇത് മുളക്, ഇത് ചീര, ഇത് തക്കാളി. ഇതില് തക്കാളിയും കുമ്പളവും എൻ്റെ കൃഷിയാണ്. അങ്ങനെ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു. വെള്ളം നമുക്ക് താഴ്ന്നു വേണം കൊണ്ടുവരാൻ വേണ്ടി. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം മതിയായിരുന്നു. അങ്ങനെ 4 ഗ്രോ ബാഗിലും ജസ്റ്റ് വെള്ളമൊന്ന് നനച്ചു കൊടുത്തു. അധികം വെള്ളമായാൽ നമ്മുടെ വിത്ത് ചീഞ്ഞു പോകുമല്ലോ. അപ്പം വിത്ത് ഞാൻ നടുവെന്നും പറഞ്ഞുകൊണ്ട് ആരൂസ് ഒരേ ബഹളമായിരുന്നു. ആരൂസിന് ഭയങ്കര തിരക്ക്. അപ്പം വിത്ത് വാങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു എനിക്ക് സെപ്പറേറ്റ് വിത്ത് വാങ്ങിത്തരണം, ഞാനത് നട്ടോളും, അതിനെ ഞാൻ തന്നെ നോക്കിക്കോളൂ എന്നൊക്കെ. അങ്ങനെ കുമ്പളവും തക്കാളിയും ആരൂസിന് വേണമെന്ന് പറഞ്ഞിട്ട് ആരൂസിന് അത് രണ്ടും മേടിച്ചു കൊടുത്തു. പിന്നെ വാങ്ങിയതൊക്കെ ആരൂസ് പറഞ്ഞല്ലോ, ഇനി ഞാൻ വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ ഈ കുമ്പളം മൊത്തം ഒരു ഗ്രോ ബാഗിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തൽക്കാലം നട്ടോ, ബാക്കി നമുക്ക് മുളച്ച് കഴിഞ്ഞിട്ട് നോക്കാം, മാറ്റി നടണമെങ്കിൽ വീണ്ടും നമുക്ക് ചെയ്യാമല്ലോ. ഗൈസ്, നമുക്ക് ബേസിക്കലി പച്ചക്കറി കൃഷിയൊന്നും ചെയ്യാൻ അറിയാൻ വേണ്ടി പാടില്ല. പക്ഷെ അവിടെ നിന്നും കിട്ടിയ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രത്തോളം എത്തിച്ചത്. പിന്നെ ഇത് ചീരയുടെ വിത്താണ്. ഇത് അമ്മയ്ക്ക് കൊടുത്തു വയ്ക്കാം. അമ്മ മര്യാദയ്ക്ക് കൃഷി ചെയ്തിട്ട് ചീരയാക്കിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് പറഞ്ഞു തരണേ. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഡിസംബർ മാസമാണ്, എല്ലാവരും കൃഷിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നൊരു സമയമാണ്. അപ്പം നമുക്ക് ഇച്ചിരി നമുക്കും നമ്മുടേതായ ഒരു ഇത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഏതൊക്കെ വിത്താണ് ഇട്ടിരിക്കുന്നതെന്ന് ആരൂസ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ ദിവസവും ഇത് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ എപ്പോഴും വീഡിയോയിൽ വരാം കേട്ടോ.